മാർച്ച് 16 ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന ടൈം മുതൽ BJP സ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 77 crores ആണ്. അതേ സ്ഥാനത്ത് തൊട്ട് പിന്നിലെ 42 crores സ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസും നിൽക്കുന്നുണ്ട്. 158 കോടി രൂപയാണ് BJP ഗൂഗിൾ ആഡ്സിൽ സ്പെൻഡ് ചെയ്തത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം 77 crores. തൊട്ട് പിറകിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ജിമെയിലിന്റെ യൂസറായി അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസറായി മാറുന്ന ഒരു ഉപഭോക്താവ് അയാൾ ചെയ്യുന്ന യാത്രകൾ, അയാൾ എടുക്കുന്ന ഫോട്ടോസുകൾ, അയാൾ സംസാരിക്കുന്ന ലാംഗ്വേജ്, ഇതെല്ലാം ഗൂഗിളിൽ ട്രാക്ക് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പം യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 സെക്കൻഡ് ആഡിന് പുറമെ നമുക്ക് വീണ്ടും ഒരു 15 സെക്കൻഡ് ആഡ് വരാണ്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടന്റുകളുടെ ഇടയിലാണ് ഇവർ ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. ഒന്നും കാണാതെ അല്ല ഗൂഗിൾ 75,000 crore ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. 75,000 കോടി രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ്, അതിന്റെ മുകളിൽ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്ത് നിന്നും കാണുന്നുണ്ട്. എനിക്ക് പറയാനുള്ളത് വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞത് തന്നെയാണ്, പൊളിറ്റിക്സ് ഈസ് നോട്ട് എ ഗെയിം, ഇറ്റ്സ് ആൻ ഏർണസ്റ്റ് ബിസിനസ് ആൻഡ് ദ കറന്റ് പീപ്പിൾ ഇൻ ഇന്ത്യ ഈസ് ഡൂയിങ് ഇറ്റ് പ്രെറ്റി വെൽ. വെൽക്കം ടു ദ ന്യൂ എപ്പിസോഡ് ഓഫ് QCD ടോക്സ്. തംബ്നെയിലിൽ 100 കോടിയും മെഹറും മോദിയും ഒക്കെ കണ്ടതുകൊണ്ട് മാരസാലിൽ നിന്ന് ഇത് ആരംഭിക്കേണ്ടതുണ്ട്. ഞാൻ ആക്ച്വലി ഇന്ത്യയിലൊരു പൊളിറ്റിക്കൽ പാർട്ടി 100 കോടിയിലധികം രൂപ ഗൂഗിൾ ആഡ്സിൽ സ്പെൻഡ് ചെയ്തു എന്ന വാർത്ത കേട്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ ഓഫീസിൽ 1 കോടിയൊക്കെ സ്പെൻഡ് ചെയ്യുന്ന മാരസാറിനാണ്. ഞങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ബിസിനസ്സുകൾക്ക് വേണ്ടിയിട്ടാണ്. പൊളിറ്റിക്സ് ഈസ് നോട്ട് എ ഗെയിം സർ, ഇറ്റ്സ് ആൻ ഏർണസ്റ്റ് ബിസിനസ്. അങ്ങനെയല്ലേ വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞിട്ടുള്ളത്? നമ്മൾ ആക്ച്വലി ഇന്ന് രാഷ്ട്രീയമല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ വീഡിയോ കാണുന്ന ആളുകൾക്ക് ഏറ്റവും എളുപ്പത്തിൽ ഈ ഡിജിറ്റൽ അഡ്വർടൈസിങ്ങും ഈ ഗൂഗിൾ ആഡ്സ് എന്താണെന്നൊക്കെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ള ഉദ്ദേശമാണ് ഈ പോഡ്കാസ്റ്റിനുള്ളത്. എങ്കിൽ മാം സാർ, വളരെ സിമ്പിൾ ആയിട്ട് എനിക്കൊന്ന് പറഞ്ഞു തരാൻ പറ്റുമോ, എന്തിനാണ് ഈ പ്ലാറ്റ്ഫോമിൽ ഇത്രയധികം സ്പെൻഡ് ചെയ്യപ്പെടുന്നതെന്ന്? The answer is very simple, people. See, Google is the most powerful search engine in the world. അതെ. See, 90% ആളുകൾ സെർച്ച് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഗൂഗിളാണ്. അത് കഴിഞ്ഞ് മറ്റുള്ള പ്ലാറ്റ്ഫോം ബിങ് ഒക്കെ വരുന്നത് വെറും 3% ഗൂഗിൾ ആളുകൾ കൂടുതൽ ഉപയോഗിക്കുന്നു എന്ന കാരണത്താലാണ് ഈ കോടികളൊക്കെ പാർട്ടികൾ ഈ പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്യുന്നതാണ് മാരസാർ പറയുന്നത്. അതെ. പക്ഷെ മറ്റ് ആപ്പുകളിലും ആൾക്കാർ കയറുന്നില്ല, അവിടെയും ഇതേ സംഭവങ്ങൾ തന്നെ ഉണ്ടാവുന്നുണ്ട്. പക്ഷെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗൂഗിളിന്റെ തന്നെ സെക്കൻഡ് മോസ്റ്റ് ലാർജസ്റ്റ് സെർച്ച് എഞ്ചിൻ ആയിട്ടുള്ള യൂട്യൂബ്, അതിലൊക്കെ പിന്നെ നമുക്ക് വീഡിയോ ആഡ്സ് ആയിട്ടും ഡിസ്പ്ലേ. ഈ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ നമ്മൾ യൂട്യൂബിൽ വീഡിയോസിൽ കാണുന്ന സമയത്തൊക്കെയും പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ ഇലക്ഷൻസിന്റെ ഒക്കെ അതെ, ഇപ്പൊ എവിടെ നോക്കിയാലും എന്തെങ്കിലും ഇലക്ഷനെ ബേസ് ചെയ്തോ അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ പാർട്ടിയെ ബേസ് ചെയ്തോ മാത്രമാണ് ഇപ്പൊ നമ്മളുടെ മൈൻഡിൽ ഫീഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തന്നെ ഇപ്പൊ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, നമ്മളിപ്പം യൂട്യൂബിൽ എന്തെങ്കിലും ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 15 സെക്കൻഡ് ആഡിന് പുറമെ നമുക്ക് വീണ്ടും ഒരു 15 സെക്കൻഡ് ആഡ് വരാണ്. അതിനകത്ത് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണ്ട കണ്ടന്റുകളുടെ ഇടയിലാണ് ഇവർ ഇതിനെ പ്ലേസ് ചെയ്യുന്നത്. റൈറ്റ് ടാർഗറ്റിംഗ്, നമുക്ക് റൈറ്റ് ആയിട്ടുള്ള ഓഡിയൻസിലോട്ടേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. നമ്മൾ ഗൂഗിൾ ട്രാൻസ്പെറൻസിന്റെ ആ റിപ്പോർട്ട് നമ്മൾ കണ്ട സമയത്ത് കഴിഞ്ഞ 2018 മുതലാണ് ഭാരതീയ ജനതാ പാർട്ടി BJP ഇന്ത്യയിൽ 100 കോടിയിലധികം സ്പെൻഡ് ചെയ്ത്. ഈ തെരഞ്ഞെടുപ്പ് സമയം ആയപ്പോഴേക്കും അത് വീണ്ടും ഒരു ഹാഫ് സെഞ്ചുറി കഴിഞ്ഞ് 158 കോടിയിലേക്കെങ്കിലും ആ സ്പെൻഡ് വന്നു. 158 കോടി അത്രയൊക്കെ അവർ സ്പെൻഡ് ചെയ്തു അല്ലേ? അങ്ങനെയാണെങ്കിൽ തൊട്ടടുത്ത പാർട്ടിയൊക്കെ ഇപ്പൊ എവിടെ ഉണ്ട്? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ഒരു സ്പെൻഡ് എന്തായിരിക്കും? ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത് മെയ് 2018 മുതൽ സ്പെൻഡ് ചെയ്തിട്ടുള്ളത് 72 കോടികളാണ്. വേണമെന്ന് വെച്ചാൽ ഒരു 100 കോടി ക്ലബിലേക്ക് അടുത്ത പാർട്ടി കൂടി നമ്മൾ വരുമെന്നുള്ളതാണ്. പക്ഷെ അപ്പൊ ഇവര് 200 കോടി ഓൾറെഡി കഴിയും എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇപ്പോഴും നിൽക്കുന്നില്ല, ഇനിയും ജൂൺ 1 വരെ നമുക്ക് ഇലക്ഷൻ നടന്നുകൊടുക്കുകയാണല്ലോ. അപ്പൊ മാർച്ച് 16 ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വരുന്ന ദിവസം തൊട്ട് എത്രയാ സ്പെൻഡ് ചെയ്താൽ സാർ? മാർച്ച് 16 ഇലക്ഷൻ നോട്ടിഫിക്കേഷൻ വന്ന ടൈം മുതൽ BJP സ്പെൻഡ് ചെയ്തിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ 77 crores ആണ്. അതേ സ്ഥാനത്ത് തൊട്ട് പിന്നിലെ 42 crores സ്പെൻഡ് ചെയ്തുകൊണ്ട് കോൺഗ്രസും നിൽക്കുന്നുണ്ട്. നമ്മൾ ഈ പറയുന്ന കണക്കുകളൊക്കെ ഗൂഗിൾ ട്രാൻസ്പെറൻസിയിലെ കണക്കുകളാണ്. അതെ അതെ. അത് അവൈലബിൾ ആയിട്ടുള്ളത് 2018 മുതൽ. മേയർ സാർ പറയുന്നത് 2018 മുതൽ 158 കോടി രൂപയാണ് BJP ഗൂഗിൾ ആഡ്സിൽ സ്പെൻഡ് ചെയ്തത്. അത് തെരഞ്ഞെടുപ്പ് സമയത്ത് മാത്രം 77 crores. അതെ. തൊട്ട് പിറകിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഉണ്ട്. ഈ കോടികൾ മുഴുവൻ ഈ ഗൂഗിൾ ആഡ്സിൽ സ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഈ അഡ്വർടൈസ്മെന്റിന് വേണ്ടി സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് ഇതെങ്ങനെയാണ് ഇന്ത്യയിലെ ആളുകളുടെ മുന്നിലേക്ക് ഇതെങ്ങനെയാണ് വരുന്നത്? ഈ ഗൂഗിൾ ആഡ്സ് എന്ന് പറയുന്ന സാധനങ്ങൾ എവിടെയാണ് ആളുടെ മുന്നിൽ അഡ്വർടൈസ്മെന്റുകൾ കാണുന്നത്? നമ്മള് യൂട്യൂബിന്റെ കാര്യം പറഞ്ഞതുപോലെ അത് മാത്രമാണോ? യൂട്യൂബ് മാത്രമല്ല, നമുക്ക് വെബ്സൈറ്റ് ആയി കഴിഞ്ഞാലും നമ്മളെ മൊബൈൽ ആപ്ലിക്കേഷൻസ് ആയി കഴിഞ്ഞാലും നമ്മള് ട്രൂ കോളറിൽ ട്രൂ കോളറിനുള്ളിലും ആഡ് പ്ലേസ് ആവുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ആൾക്കാരുടെ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ബേസ് ചെയ്തിട്ട് അവരുടെ സെർച്ച് എന്താണോ, ബിഹേവിയർ എന്താണോ, അതൊക്കെ ബേസ് ചെയ്തിട്ട് നമുക്ക് അവരുടെ മുന്നിലേക്ക് അഡ്വർടൈസ്മെന്റ്സ് എത്തിക്കാൻ പറ്റും. ഗൂഗിളിന്റെ ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് ഉപയോഗിക്കുന്ന ആളുടെ മുന്നിലേക്ക് അഡ്വർടൈസ്മെന്റുകളായിട്ട് വരുന്നതിന് വേണ്ടിയിട്ടാണ് ഈ സ്പെൻഡ്. ഗൂഗിളിലെ നെറ്റ്വർക്ക്സ് മൊത്തം ഡിസ്പ്ലേ നെറ്റ്വർക്ക് കഴിഞ്ഞാലും സെർച്ച് നെറ്റ്വർക്ക് ആയി കഴിഞ്ഞാലും അതിലൊക്കെ നമുക്ക് അഡ്വർടൈസ്മെന്റ്സ് കൊടുക്കാം. അതായത് 144 കോടി ജനസംഖ്യയുള്ള നമ്മുടെ ഇന്ത്യയിൽ, പോപ്പുലേഷനിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി നിൽക്കുന്ന നമ്മുടെ ഇന്ത്യയിൽ
120 കോടിയോളം ആൾക്കാർ ഇന്റർനെറ്റ് യൂസേഴ്സ് ആണ്. സോ അതിൽ മുക്കാവാസി ആൾക്കാരും ഗൂഗിളിനെ തന്നെ ആശ്രയിക്കുന്നവരാണ്. സോ ഇവരിലേക്കെല്ലാം ഈ ആഡ് ഇത്രയും ഈസി ആയി എത്തി എന്നുള്ളതാണോ അതിനകത്ത് ഫാക്ട്? ഇതില് ഗൂഗിളിൽ മാത്രമല്ല ഇവര് ആഡ് സ്പെൻഡ് ചെയ്തിട്ടുള്ളത്, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയിട്ടുള്ള മെറ്റ ആഡ്സ്. നേരത്തെ അരവിന്ദ് പറഞ്ഞ കണക്ക് ബിസിനസ്സുകളൊക്കെ കണ്ടു തുറപ്പിക്കുന്ന ഒന്നാണ്. അതായത് 144 കോടി ജനങ്ങളിൽ 120 കോടി ഇന്റർനെറ്റ് ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞു അല്ലേ? നമ്മൾ ആക്ച്വലി ഒരു ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കുന്ന ഒന്നാമത്തെ ദിവസം മുതൽ നമ്മൾ ഗൂഗിളിന്റെ അടിമയായി മാറി. നമ്മൾ ആൻഡ്രോയിഡ് ഫോൺ വാങ്ങിക്കുന്ന ആ സമയത്ത് നമുക്കൊരു പ്ലേ സ്റ്റോർ ഇൻസ്റ്റാൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമുക്കൊരു കോൺടാക്ട്സ് കോപ്പി ചെയ്യണമെന്നുണ്ടെങ്കിൽ യു നീഡ് എ ജിമെയിൽ അക്കൗണ്ട്. ജിമെയിൽ ഈസ് ഫ്രം ഗൂഗിൾ. ജിമെയിലിന്റെ യൂസറായി അല്ലെങ്കിൽ നിങ്ങൾ ആൻഡ്രോയിഡ് യൂസറായി മാറുന്ന ഒരു ഉപഭോക്താവ് അയാൾ ചെയ്യുന്ന യാത്രകൾ, അയാൾ എടുക്കുന്ന ഫോട്ടോസുകൾ, അയാൾ സംസാരിക്കുന്ന ലാംഗ്വേജ്, ഇതെല്ലാം ഗൂഗിളിന് ട്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇനി മെഹർ സാർ പറഞ്ഞതുപോലെ തന്നെ മെറ്റ പ്ലാറ്റ്ഫോമിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ ഇന്ന് മെറ്റയുടെ ആഡ്സ് ലൈബ്രറിയിൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്ത നമ്മൾ ഇന്ന് നോക്കിയ സമയത്ത് കണ്ടത് 46,000-ത്തിലധികം ആഡ്സുകൾ ഭാരതീയ ജനതാ പാർട്ടിയായിട്ട് കാണാൻ വേണ്ടി പറ്റും. ഞാൻ ഇന്റർനാഷണൽ കോൺഗ്രസ് ഞാൻ നോക്കിയിരുന്നു, 5,200 ആഡ്സുകളാണ് നമുക്ക് മെറ്റ പ്ലാറ്റ്ഫോമിൽ. എങ്ങനെ രാഹുൽ ഗാന്ധി പറയാതിരിക്കും മനുഷ്യശക്തിയെ തടുക്കണമെന്ന്? തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നത് ഗൂഗിൾ ആഡ്സ് അല്ലെങ്കിൽ മെറ്റ ആഡ്സ് ഇതിൻ്റെ അകത്ത് ഇന്ത്യയിൽ നമ്മുടെ മാസ് മീഡിയകൾ മുഴുവൻ നോക്കുകയാണെങ്കിൽ ടെലിവിഷൻ്റെതും പത്രങ്ങളുടേതും ഹോർഡിങ്സുകളുടേതും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സംസാരിക്കുന്ന മുഴുവൻ കണക്കുകളും ഏതെങ്കിലും ഒരു ഒഫീഷ്യൽ അക്കൗണ്ടിൽ മാത്രം സ്പെൻഡ് ചെയ്ത കണക്കുകളാണ് ഈ പറയുന്നത്. ഇത് കൂടാതെയാണ് ഈ അനുഭാവികളുടെയും സ്ഥാനാർത്ഥികളുടെയും പ്രാദേശിക കമ്മിറ്റികളുടെയും ട്രഡീഷണൽ മാർക്കറ്റിംഗ് പോസ്റ്റേഴ്സ്. BJP-ന്റെ തന്നെ സ്റ്റേറ്റ് വൈസ് ഉള്ള കുറെ സ്പെൻഡുകൾ നമുക്ക് കാണാൻ പറ്റും. ഗൂഗിൾ ആഡ് ട്രാൻസ്പെറൻസി ടൂൾ ഓരോ സ്റ്റേറ്റിന് സ്പെസിഫിക് ആയിട്ട് അവർ റൺ ചെയ്യുന്നുണ്ട് അല്ലെ, ഡിഫറെന്റ് ലാംഗ്വേജസിൽ ഓരോരോ കാര്യങ്ങളിൽ. ഈ ആഡ്സുകളുടെ നമ്പേഴ്സ്, അതായത് എമൗണ്ട് എന്നതിനപ്പുറത്തോട്ടേക്ക് അഡ്വർടൈസ്മെന്റ്സുകളുടെ നമ്പേഴ്സ് നമ്മൾ കാണിക്കുന്നത് അത് ഒരുപാട് റീജിയണൽ ലാംഗ്വേജിലേക്ക് റീപർപ്പസ് ചെയ്തുകൊണ്ടും ഓരോ ഡെമോഗ്രഫിയിലും അല്ലെങ്കിൽ ഓരോ നാട്ടിലും വർക്കൗട്ട് ആകുന്ന കണ്ടന്റുകളിലൂടെ അത് പോയിരുന്നതാണ്. നമ്മൾ 5,000 ആഡ്സുകളുടെ എണ്ണം മെറ്റയിൽ ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ കണ്ടു എന്ന് പറഞ്ഞു. 46,000 ആഡ്സുകൾ നമ്മൾ BJP കണ്ടു എന്ന് പറഞ്ഞു. നമ്പർ ഓഫ് ആഡ്സുകളുടെ കാര്യത്തിൽ വലിയ മാറ്റമുണ്ട്. അതെ, വ്യത്യാസമുണ്ട്. ശരിക്കും അപ്പോ ഭാരതീയ ജനതാ പാർട്ടി ഡിജിറ്റലിൽ യൂസ് ചെയ്യാൻ പറ്റുന്നതിന്റെ എല്ലാ പോസിബിലിറ്റീസും അറ്റ് ദ മാക്സിമം അവർ യൂസ് ചെയ്തിട്ടുണ്ടെന്നുള്ളത് തന്നെയാണ് അല്ലേ? ഉറപ്പായിട്ടും. അതുപോലെ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യമാണ് ഇതിന്റെ സ്ട്രാറ്റജി പാർട്ടിലേക്ക് വരുന്ന സമയത്ത് ഈ സ്പെൻഡ് ചെയ്ത എമൗണ്ട് എന്നതിനപ്പുറത്തോട്ടേക്ക് ഞാൻ കാണുന്നത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത കോണ്ടന്റുകൾ അല്ലെങ്കിൽ അതിന്റെ ഒരു ആശയപ്രചരണത്തിന് എത്രത്തോളം ഈ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. കോൾഗേറ്റ് ഒക്കെ യൂസ് ചെയ്ത അതേ സ്ട്രാറ്റജി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഓണസ്റ്റ്ലി സ്പീക്കിംഗ് എനിക്ക് തോന്നിയത്, അതായത് ടൂത്ത് പേസ്റ്റ് എന്ന് പറയുമ്പോഴത്തേനും കോൾഗേറ്റ് നമുക്ക് ഓർമ്മ വരുന്ന അതേ സ്ട്രാറ്റജിയാണ് ഇപ്പുറത്ത് ഇവരും യൂസ് ചെയ്തിരിക്കുന്നത്. എവിടെ നോക്കിയാലും ആ ഒരു ഫേസ്, ആ ഒരു പേര്, ആ ഒരു പർട്ടിക്കുലർ പാർട്ടി എന്നുള്ള സാധനം നമ്മുടെ മനസ്സിൽ തെളിഞ്ഞു വരണം. അത് ഈ ഹെയ്റ്റ് പോലും അങ്ങനെ തന്നെയാണ്. കണ്ട് 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 ഒരു നുണ 100 വട്ടം തന്നെയും പിന്നെയും നമ്മുടെ ചെവിയിൽ ഓതി കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി ഒരു സത്യമായിട്ട് നമ്മൾ ബിലീവ് ചെയ്യും. നമ്മൾ ഈ ഏകപക്ഷീയമായിട്ട് ഒരു പാർട്ടിയുടെ മാത്രം സ്പെൻഡിനെ കുറിച്ച് സംസാരിക്കില്ല. അതായത് തൊട്ട് പിറകെ, അതായത് 100 കോടി ക്ലബിലേക്ക് എത്താൻ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം 70 കോടിയിലധികം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞു. 100 കോടിയിലേക്ക് എത്താൻ ഒന്ന് ആഞ്ഞു പിടിച്ചാൽ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുന്നേ 100 കോടിയിൽ എത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഒരു സെക്കൻഡ് ഫേസ് ഇലക്ഷനിൽ അവർ കുറച്ചുകൂടെ അധികം സ്പെൻഡ് ചെയ്തിട്ടുണ്ട്, ഒരു പടി മേലിൽ കയറി എന്ന് വരെ റിപ്പോർട്ട്സുകൾ പലതിലും പറയുന്നുണ്ട്. ഈ എമൗണ്ട് സ്പെൻഡ് ചെയ്തു എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്തേക്ക് ഞാനിതിന്റെ വലിപ്പത്തെ കാണുന്നത് അങ്ങനെ സർക്കുലേറ്റ് ചെയ്ത കോണ്ടന്റുകളും ആ ആശയങ്ങളുടെയും ഒക്കെ ഒരു ഈ പ്ലാറ്റ്ഫോമുകൾ എത്ര ബുദ്ധിപരമായി ഉപയോഗിച്ചു എന്നുള്ളതാണ്. തീർച്ചയായിട്ടും അവരുടെ സ്ട്രാറ്റജിക്കൽ പാർട്ടിൽ അവർ യൂസ് ചെയ്ത കണ്ടന്റിലെ ബ്രെയിനും നോക്കണമെങ്കിൽ അവർ ഏറ്റവും കൂടുതൽ ആഡ് സ്പെൻഡ് ചെയ്ത സ്റ്റേറ്റുകൾ എടുത്ത് നോക്കിയാൽ തമിഴ്നാട്, മഹാരാഷ്ട്ര, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ്, ഇവിടെയൊക്കെ അവർ കേരളത്തിൽ വളരെ കുറവാണ്. അവർക്ക് എക്സ്പെക്ടേഷൻ ഇല്ലെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അത് ഈ സെക്കൻഡ് ഫേസിൽ എനിക്ക് തോന്നുന്നത് കോൺഗ്രസിന്റെ സ്പെൻഡ് കൂടിയത് നമ്മുടെ ഈ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിലേക്കുള്ള തെരഞ്ഞെടുപ്പ് സമയത്താണ്. അത് ഏപ്രിൽ 26 ആ ഒരു ടൈമിൽ തന്നെയാണ്, സെക്കൻഡ് ഫേസിന്റെ ആ ഒരു സമയത്ത് തന്നെയാണ് കോൺഗ്രസ് ഒരു പടി മേലെ കയറിയെങ്കിലും. പക്ഷെ ഇതിപ്പോഴും ഇലക്ഷൻ കഴിഞ്ഞിട്ടില്ല. സോ എന്താണേലും അതിന്റെ നമ്പേഴ്സ് കൂടിക്കൊണ്ട് തന്നെ ഇരിക്കാൻ പോകുന്നത്. പക്ഷെ ഇവർ യൂസ് ചെയ്ത സ്ട്രാറ്റജീസ് ഉണ്ടല്ലോ, അത് ഭയങ്കര രസകരവുമാണ്. അതുപോലെ തന്നെ നമ്മൾ ഇത് പഠിക്കുന്ന കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റിയ ടൈപ്പ് ഓഫ് ക്യാമ്പയിൻസ് തന്നെയാണ്. പക്ഷെ ആ സ്ട്രാറ്റജിക്കൽ പാർട്ടിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഈ ഓഡിയൻസിന് ടാർഗറ്റ് ചെയ്യുന്ന അത് എത്രത്തോളം അവർ ടാർഗറ്റ് ചെയ്യുന്നതെന്ന് അറിയില്ല. ഹ്യൂജ് എമൗണ്ട് സ്പെൻഡ് ചെയ്യുന്നത് ചിലപ്പം അത് ശ്രദ്ധിക്കാതെ പോയതായിരിക്കാം. ഈ നമ്പർ ഓഫ് ആഡ്സുകളുടെ എണ്ണം കാണിക്കുന്നത് വ്യത്യസ്ത കോണ്ടന്റുകളാണ് എന്നുള്ളത് ക്ലിയർ ആണല്ലോ. അതെ, നമ്മളൊക്കെ ഈ ചെറിയ ആഡുകളൊക്കെ സ്പെൻഡ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതിന്റെ പേയ്മെന്റ് മെത്തേഡിലും മറ്റൊക്കെ ആയിട്ടും
ടെക്നിക്കൽ എററും കാര്യങ്ങളൊക്കെ വരാറുണ്ട്. ഇതിൻ്റെ ഒക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും എന്നുള്ളതാണ്. അതെ, വാലിഡ് ആയിട്ടുള്ള ഒരു പേയ്മെന്റ് മെത്തേഡ് ഇല്ലാന്നുണ്ടെങ്കിൽ ആഡുകളൊക്കെ ബ്ലോക്ക് ആവുകയാണ്. അതിപ്പോ ഡൽഹിയിലെ പത്രസമ്മേളനത്തിൽ ഒരു പർട്ടിക്കുലർ പാർട്ടി പറഞ്ഞാൽ അവർക്ക് ട്രെയിൻ ടിക്കറ്റ് എടുക്കാൻ പോലും പൈസ ഇല്ലായിരുന്നു എന്നാണ്, കാർഡൊക്കെ ബ്ലോക്ക് ആയിട്ട്. അപ്പോൾ ഓഫ് കോഴ്സ് അങ്ങനെ കാർഡിൽ പൈസ ഉണ്ടെങ്കിൽ പോലും അതിലൊരു ടെക്നിക്കൽ പ്രോസസ്സിൽ എറർ വന്നു കഴിഞ്ഞാൽ പിന്നെ അവരുടെ ആഡ്സ് സ്റ്റോപ്പ് ആവും അതെ എന്നുള്ളതാണ്. നമ്മൾ വലിയ ക്യാമ്പയിൻസൊക്കെ റൺ ചെയ്യുന്ന സമയത്ത് ആഡ് അക്കൗണ്ടുകളിൽ ബാക്കപ്പ് പ്ലാനുകളും അതുപോലെ ക്രെഡിറ്റും കാര്യങ്ങളും ഒക്കെ വെച്ചുകൊണ്ട് മാനേജ് ചെയ്യാറുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ മാസ് മീഡിയ പോലെ തന്നെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും അധികാരം ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് വരുതിയിൽ വെക്കാൻ പറ്റുമോ എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. മാസ് മീഡിയയിലാണെങ്കിൽ നമുക്കിപ്പം ഡെയിലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഫുൾ പേജ് ജാക്കറ്റ് ആഡ് എന്നുള്ളത്, അപ്പോൾ ജാക്കറ്റ് ആഡ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എത്രയായിരുന്നു അതിന്? 1.30 crores, അതായത് ഹോൾ, അതായത് ഇപ്പോൾ ഒരു മീഡിയം ഒരു ഏജൻസി വഴി നമ്മളൊരു മാസ് മീഡിയയുടെ എല്ലാം കൂടെ പർച്ചേസ് ചെയ്ത എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജ്, അതായത് ഒരു റീജിയനിലുള്ളത്. അത് കേരളത്തിലെ ഇടതുപക്ഷത്തിന്റെ ക്യാമ്പയിനൊക്കെ ആണ്. പത്രങ്ങളിലെ ഫുൾ പേജ് പരസ്യങ്ങൾ എന്ന് എന്തായിരുന്നു പറയുന്നത് 1.3 എന്നൊക്കെ പറയുന്നത് കേരളത്തിൽ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു അഡ്വർടൈസ്മെന്റ് ആണ്. ജസ്റ്റ് ഫോർ വൺ ഡേ. അതായത് മനോരമ പത്രം എടുക്കാം. മനോരമ പത്രമാണ് ഇന്ത്യയിൽ ഏറ്റവും ഭരിക്കാറുള്ള 2ാമത്തെ പത്രം. ഓക്കെ, അതിന്റെ ഒരു സർക്കുലേഷൻ എന്ന് പറയുന്നത് 20 ലക്ഷത്തിൽ താഴെയാണ്. ഞാൻ മനസ്സിലാക്കുന്നത് ഒരു 19 ലക്ഷമൊക്കെയാണ് മനോരമ ഒരു ദിവസം പ്രിന്റ് ചെയ്ത് വരുന്നത്. അത്രേ ഉള്ളൂ. 19 ലക്ഷമാണ് 3.5 കോടി ജനങ്ങളുള്ള മലയാളികൾ വായിക്കുന്ന, അല്ലെങ്കിൽ മലയാളികളുടെ പത്രം എന്ന് പറയാവുന്ന മലയാളത്തിലെ പ്രമുഖ പത്രങ്ങളുടെ ഒക്കെ ഏകദേശം അത്രയാണ്. പക്ഷെ പലരും ഇപ്പം മറ്റേ അക്കൗണ്ടുകളും കൂട്ടുന്നുണ്ട്, ഡിജിറ്റലി ഇത് വായിക്കുന്നവരുടെ അക്കൗണ്ടും. അല്ല, നമ്മൾ മനോരമ പത്രം നമ്മൾ ഓൺലൈനിൽ വായിക്കുകയാണെങ്കിൽ പോലും ഗൂഗിൾ ആഡ്സ് അവിടെ കയറി വരും. അതെ, ഓൺലൈനിൽ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പല ടൈപ്പ് ഓഫ് ആഡ്സ് കാണാൻ പറ്റും. മനോരമ ന്യൂസ് കയറി കഴിഞ്ഞാൽ നമുക്ക് ഓട്ടോമൊബൈൽ ആഡ്സ് കാണാം, ബ്യൂട്ടി പ്രൊഡക്ട്സിന്റെ ആഡ്സ് കാണാം. ഇതില് ഇലക്ഷന്റെ സമയത്ത് ഞാനും കണ്ടിട്ടുണ്ട്. പൊളിറ്റിക്കൽ ഒരുപാട്. നമ്മൾ ഈ പത്രങ്ങളിലെ അല്ലെങ്കിൽ ഈ ആഡ് സ്പെൻഡിന്റെ കാര്യത്തിൽ നമ്മൾ മറ്റൊരു കാര്യം കൂടി കാണാനുള്ളത്, ഇതൊക്കെ ട്രാൻസ്പെറന്റ് ആയിട്ട് നമുക്ക് ഈ ഗൂഗിൾ ട്രാൻസ്പെറൻസിയിൽ നിന്നും മെറ്റാഡ്സ് ലൈബ്രറിയിൽ നിന്നും ഈ പ്ലാറ്റ്ഫോമുകൾ നമുക്ക് അവൈലബിൾ ആവുന്ന ഡാറ്റയിൽ നിന്നാണ് നമ്മൾ ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയെടുക്കുന്നത്. പത്രത്തിൽ ഒരു ഫുൾ പേജ് പരസ്യം ചെയ്യാന്ന് പറയുന്നത് കേരളം മാത്രം നോക്കുകയാണെങ്കിൽ ഒരു 50 ലക്ഷം രൂപയുടെ മുകളിലോട്ടൊക്കെ ശരാശരി പത്രത്തിന്റെ ഫ്രണ്ട് പേജ് ഒരു പത്രം മാത്രമായിട്ട് ഒരു ദിവസം വരുന്നതിന് വേണ്ടി ഒരു ദിവസം ഇറങ്ങുന്ന പത്രത്തിന്റെ ഒരു ലൈഫ് ടൈം എന്ന് പറയുന്നത് എന്താണ്? നമ്മളൊരു 12 മണിക്ക് പ്രിന്റ് ചെയ്ത് വരുന്ന പത്രം, നിങ്ങൾ ഈ എന്ത് പ്രസിന്റെ അടുത്ത് തന്നെ താമസിക്കുന്നതാണെങ്കിൽ പോലും ഇത് നിങ്ങൾ ഏജന്റ് വഴിയാണല്ലോ നിങ്ങളുടെ വീട്ടിൽ. തീർച്ചയായിട്ടും 12 മണിക്ക് പ്രിന്റിങ് കഴിഞ്ഞിറങ്ങുന്ന ഒരു പത്രം എന്റെയും നിങ്ങളുടെയും ഒക്കെ വീടിന്റെ അടുക്കളേക്ക് എത്തുന്നത് ഒരു 4 മണി 5 മണി 6 മണിക്കൊക്കെ ശേഷമാണ്. ഒരു പത്രം അത് ഏറ്റവും കൂടുതൽ ആളുകൾ വായിക്കപ്പെടുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഒരു 6 മണിയുടെയും 9 മണിയുടെ ഒക്കെ ഇടയിലായിരിക്കും. കൂടിപ്പോയി എന്നെ പോലുള്ള ഒരു 11 മണിക്ക് മുമ്പെങ്കിലും വായിക്കും. ആവും. ഓഫീസിൽ വന്നൊക്കെ കഴിഞ്ഞതിന് ശേഷം ഒരു ചായ കുടിച്ചിട്ടായിരിക്കും അരവിന്ദിന് പത്രം വായിക്കേണ്ടി വരുന്നുണ്ടാവും. ശരിയാണ്, വീട്ടമ്മമാര് ഓഫീസിൽ ആൾക്കാരൊക്കെ ടീ ബ്രേക്കിലും ഒരു 11:30 പത്രം വരും. ഉച്ചയാകുമ്പോഴേക്കും നമ്മുടെ പാൻഡറിലാണെങ്കിൽ ചേച്ചി ഇത് ഫുഡ് കഴിക്കാൻ വേണ്ടി താഴെ വെക്കുന്നതായി മാറി. വൈകുന്നേരം ആകുമ്പോഴേക്കും ഇത് സ്ക്രാപ്പായി മാറി 50 ലക്ഷം രൂപ ഉറപ്പായിട്ടും. അതായത് പത്രത്തിന്റെ ഒരു ലൈഫ് ടൈം അല്ലെങ്കിൽ പത്രത്തിന്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു ദിവസം നമ്മൾ ഇറങ്ങുന്ന പത്രം അന്ന് വൈകുന്നേരത്തോട് കൂടി അസ്തമിച്ചു കഴിഞ്ഞു. നാളെ പുതിയ ന്യൂസ് ആണ്. ഇത് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ഇതിന്റെ ഒരു അനലിറ്റിക്സ് കിട്ടാനോ പിറ്റേ ദിവസം ഈ പത്രം ആരെങ്കിലും ഓർത്തു വെക്കുകയോ എടുത്തു വെക്കുകയോ ചെയ്യുന്നില്ല എന്നതാണ്. നാളെ ഈ ഒരു പരസ്യത്തിന് പകരം അടുത്ത പരസ്യം ആ പേജിലേക്ക് വന്നു കഴിഞ്ഞു. എൻ്റെ ചോദ്യം എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല. നമ്മൾ ഈ മാസ് മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന, ഉദാഹരണത്തിന് ഈ പത്രത്തിൽ കൊടുത്ത എമൗണ്ട് ഒക്കെ ഞാൻ ഡിജിറ്റലിലേക്ക് കൊണ്ടുപോകുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിന്റെ ഒരു ഇമ്പാക്ട്സ്? ഡിജിറ്റലിലോട്ടേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 1.5 lakhs സ്പെൻഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് 10 lakhs പീപ്പിളിലോട്ടേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റും. ₹1 9-10 ആൾക്കാർ ഇത് കാണുമെന്നാണ് പറയുന്നത്. ഈ സ്ക്രീനിൽ വരുന്ന ഇംപ്രഷനാണോ മാരിസാർ പറയുന്നത്? അതായത് സ്ക്രീനിൽ ഒരു അഡ്വർടൈസ്മെന്റ് തെളിഞ്ഞു വരും. നിങ്ങൾ 1 ലക്ഷം വീഡിയോസ് ആണെന്നെങ്കിൽ അത് വ്യൂ ആയിട്ട് ഒരാളുടെ ഉള്ളിൽ അത് രജിസ്റ്റർ ആവും ഐസിൽ. അങ്ങനെ പറയാൻ പറ്റുമോ? നമ്മള് പത്രം നമുക്കൊരു ഹാർഡ് കോപ്പി ആയി കിട്ടുന്ന സമയത്ത് നമുക്ക് സ്കിപ്പ് ചെയ്യാൻ പറ്റാത്ത ഒന്നാ കിട്ടുന്നത്. അപ്പൊ ഇടതുണ്ടെങ്കിലേ ഇന്ത്യ ഉള്ളൂ എന്ന് പറയുന്ന ഒരു കോപ്പി നമ്മളിലേക്ക് രജിസ്റ്റർ ആയത് ഈ അഡ്വർടൈസ്മെന്റിന്റെ പവർ തന്നെയാണ്. സ്കിപ്പ് ചെയ്യാൻ പറ്റുന്ന, ആഡ്സ് ഫ്രീ ആയിട്ട് പോകാൻ പറ്റുന്ന ഈ പ്ലാറ്റ്ഫോമിലെ ഒരു ഇംപ്രഷനെ നിങ്ങൾ പത്രങ്ങളിലെ ഇംപ്രഷനായിട്ട് കമ്പയർ ചെയ്യുന്നതിൽ വ്യത്യാസത്തോളം. പക്ഷെ ഇവിടെ 50 മുടക്കിയപ്പോഴത്തേനും ഈ ഒരു 10 ദിവസം മുടക്കിയാൽ തർക്കമില്ലാത്ത കാര്യമാണ്. അതായത് ഡിജിറ്റൽ അഡ്വർടൈസിംഗിൽ നിങ്ങൾക്ക് ഈ ട്രാക്കിങ്ങും അനലിറ്റിക്സ് ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ മാസ് മീഡിയയിൽ സ്പെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ മാസ് മീഡിയയിലെ നമ്മുടെ പല ക്യാമ്പയിൻസുകൾ വെച്ച് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഡിജിറ്റൽ കൂടുതൽ ആളുകളിലേക്ക് കുറഞ്ഞ എമൗണ്ടിൽ എത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. ഞാനത് ഇന്ത്യയിലെ ടോപ്പ് അഡ്വർടൈസേഴ്സ് ആയിട്ടുള്ള ബിസിനസ്സുകളെ, ബ്രാൻഡുകളെ ഒരു റിപ്പോർട്ട് പരിശോധിക്കുകയായിരുന്നു. ആമസോണിൻ്റെതായിട്ട് നമുക്ക് മറ്റേ ആഡ്സ് ലൈബ്രറിയിൽ കാണുന്നത് 1200 അല്ലെങ്കിൽ 2000-ൽ താഴെ അഡ്വർടൈസ്മെന്റുകളാണ്. അതുപോലെ തന്നെ ഫ്ലിപ്കാർട്ടിൻ്റെതും ലെൻസ് കാർട്ടിൻ്റെതും ലീഡിംഗ് ആയിട്ടുള്ള എല്ലാ FMCG ബ്രാൻഡുകളുടെയും
പാൻ ഇന്ത്യ ലെവൽ അവർ അഡ്വർടൈസ്മെന്റുകൾ ആക്റ്റീവായി നിൽക്കുന്നത് വെച്ച് നോക്കുമ്പോൾ പൊളിറ്റിക്കൽ പാർട്ടീസിന്റെ നമ്പർ ഓഫ് ആഡ്സ് എന്ന് പറയുന്നത് വളരെ വലിയ നമ്പറാണ്. അതോ ഈ ലിമിറ്റഡ് ടൈമിലും എനിക്ക് തോന്നുന്നില്ല ഏതെങ്കിലും ഒരു ബിസിനസ് ഈ രീതിയിൽ അഗ്രസീവായിട്ട് ഒരു കുറഞ്ഞ സമയത്ത് അഡ്വർടൈസ്മെന്റ് ചെയ്തിട്ടുണ്ടാവുക എന്നുള്ളത്. പല സ്റ്റഡികളും ഉണ്ടായിരുന്നു. ഇപ്പം പൊളിറ്റിക്കൽ പാർട്ടീസ് കാരണം നമുക്ക് ബിഡൊക്കെ ഹൈ ആയിട്ട് നോർമൽ സ്പെൻഡിനെക്കാട്ടും കൂടുതലായിട്ട് സ്പെൻഡ് ചെയ്യേണ്ട അതിലൊരു പ്രധാന റീസൺ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണ്. 98 അല്ലെങ്കിൽ 96 ക്രോറിന് മുകളിലോട്ട് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുന്ന ആളുകളുണ്ട്. ഏതെങ്കിലും ഒരു ഉൽപ്പന്നം അത്രയും അധികം ആളുകൾ വാങ്ങേണ്ടതായിട്ടുണ്ടാവുമോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എനിക്ക് പറയാനുള്ളത് വിൻസെന്റ് ചർച്ചിൽ പറഞ്ഞത് തന്നെയാണ്. പൊളിറ്റിക്സ് ഈസ് നോട്ട് എ ഗെയിം, ഇറ്റ്സ് ആൻ ഏണസ്റ്റ് ബിസിനസ് ആൻഡ് ദ കറന്റ് പീപ്പിൾ ഇൻ ഇന്ത്യ ഈസ് ഡൂയിങ് ഇറ്റ് പ്രെറ്റി വെൽ. ആവശ്യത്തിലധികം പണം മുടക്കി ടെക്നോളജിയെ അത്രയധികം യൂട്ടിലൈസ് ചെയ്ത് അവർ പ്രോപ്പറായി അതിനെ ചെയ്യുന്നുണ്ട്. ദിസ് ഈസ് ആൻ ഏണസ്റ്റ് ബിസിനസ് ആൻഡ് ദേ ആർ ഗെറ്റിംഗ് ദ ടേൺ ഓവേഴ്സ് ഓൾസോ. ബിസിനസ് എന്ന് മാത്രമല്ല, ഇനിയൊരു കാലത്ത് ഇന്ത്യ പോലത്തെ ഒരു രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്കൊരു ആശയം അല്ലെങ്കിൽ നമുക്കൊരു കോണ്ടന്റുകൾ പ്രചരിപ്പിക്കണം എന്നുണ്ടെങ്കിൽ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളെയും മാസ് മീഡിയയും എഫക്റ്റീവായിട്ട് ഉപയോഗിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ള രണ്ടും ഒരു മിക്സപ്പ് ആയിട്ട് തന്നെ യൂസ് ചെയ്യും. പക്ഷെ അപ്പോഴും ഒരു അപ്പർ ഹാൻഡ് ഡിജിറ്റൽ മീഡിയക്ക് വരുമെന്നാണ് സ്വാഭാവികമാണ്. കാര്യം നമ്മൾ ഓരോ വർഷത്തെ സ്പെൻഡ് എടുത്ത് നോക്കുകയാണെങ്കിലും ബിസിനസ്സുകളാണെന്നുണ്ടെങ്കിലും ഈ പൊളിറ്റിക്കൽ പാർട്ടീസ് ആണെങ്കിലും 2018 സ്പെൻഡ് ചെയ്തതിനേക്കാളും ഒരുപാട് ഇരട്ടിയാണ് 2019 സ്പെൻഡ് ചെയ്യുന്നത്, 20 സ്പെൻഡ് ചെയ്യുന്നത്, 21 സ്പെൻഡ് ചെയ്തത്. ഇനി ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് സ്പെൻഡ് ചെയ്യുന്നത് ഏറ്റവും ഹെവി ഹ്യൂജിലേക്കാണ്. അതായത് ഒരു ഓണക്കാലത്ത് ഒരു TV അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കൺസ്യൂമർ ബ്രാൻഡുകൾ ഏറ്റവും പീക്കിലേക്ക് അതിന്റെ സ്പെൻഡ് പോകും. സെയിം ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പൊളിറ്റിക്കൽ പാർട്ടീസ് അതിന്റെ പീക്കിലേക്ക് പോകുന്നു. അതിൽ 90 crore 90 കോടിയിലധികം വരുന്ന ആളുകൾ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആയതുകൊണ്ട് തന്നെ ഇവരിലേക്ക് മുഴുവൻ എത്താൻ ഈ ഹ്യൂജ് സ്പെൻഡ് നമ്മുടെ നാട്ടിൽ വേണ്ടി വരുന്നു എന്നുള്ളത് തന്നെയാണ്. അതൊരു നെസസിറ്റി തന്നെ ആയി മാറും ഇനി അങ്ങോട്ടേക്ക് എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ അവോയ്ഡ് ചെയ്തുകൊണ്ട് ഇനി ഒരു കമ്മ്യൂണിക്കേഷൻ അതല്ലെങ്കിൽ ഒരു കോണ്ടന്റ് സർക്കുലേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് പോസിബിൾ അല്ല. ഒരു ബിസിനസ് ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം ഇല്ലാതെ ഇനി മുന്നോട്ടേക്ക് പൊളിറ്റിക്സ് ഇൻക്ലൂഡിങ് ഒരു ബിസിനസ് ആയതുകൊണ്ട് നമ്മളിപ്പോ കാണുന്ന ബിൽ ബോർഡ്സ് ഹോർഡിങ്സും കാര്യങ്ങളൊക്കെ കാണാം. ഇനി അത് അങ്ങോട്ട് എറണാകുളത്ത് IBയുടെ ഹോർഡിങ്സുകളൊക്കെ ഭയങ്കര രസമുണ്ട്. പിന്നെ ഡിജിറ്റലി ആവാൻ പോവാണ്. ഇനി ക്യാമ്പയിൻ 360 എന്ന് പറയുന്ന ടൂള് ഗൂഗിളിന്റെ ടൂൾ ഉണ്ട്. അപ്പോൾ അത് ത്രൂ ആണ് ഇനി ബിഡിങ് ഒക്കെ വരുന്നതെന്നുള്ളതാണ് ഇനി പറഞ്ഞു കേൾക്കുന്നത്. അതായത് നമുക്ക് ഡിജിറ്റലി ബിഡ് ചെയ്തിട്ട് ആ ഒരു ഹോർഡിങ്ങിലോട്ടേക്ക് ആ ഒരു ബിൽ ബോർഡിലോട്ടേക്ക് ഡിസ്പ്ലേയിലോട്ടേക്ക് നമുക്ക് ഡിജിറ്റൽ ബിൽ ബോർഡുകളാകാൻ പോവുക. ഇപ്പൊ പലയിടങ്ങളിലും അത് ഓൾറെഡി വന്നിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ന്യൂയോർക്ക് സിറ്റിയിലൊക്കെ അത് പിന്നെ നമ്മുടെ കോഴിക്കോട് വന്നിട്ടുണ്ട്. പക്ഷെ അത് നമ്മള് പേഴ്സണലി ആണല്ലോ. ഇപ്പം പിന്നെ ഡയറക്റ്റ് നമ്മൾ ആ ഒരു ആളെടുത്ത് പോയിട്ടാണ് നമ്മൾ പേഴ്സണലി ആണ് ചെയ്യുന്നത്. ഇത് ഗവൺമെന്റ് ചെയ്യുന്നു. ഗവൺമെന്റിലല്ല, നമ്മൾ പിന്നെ ഈ ടൂൾ യൂസ് ചെയ്തിട്ട് ഗൂഗിൾ പിന്നെ ക്യാമ്പയിൻ DV360 യൂസ് ചെയ്തിട്ട് അത് ത്രൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡയറക്റ്റ് ആ ഒരു ഈ ഓഫ്ലൈനിലുള്ള സ്ക്രീനുകളെ കിട്ടുന്നതാണ്. അതെ അതെ അതെ. നമ്മൾ സൈലത്തിന്റെ ഒക്കെ അതല്ലെങ്കിൽ മറ്റു ബ്രാൻഡുകളുടെ ഒക്കെ ബീച്ച് സൈഡിലും മാളുകളുടെ പുറത്തൊക്കെ കാണുന്ന വലിയ ഡിജിറ്റൽ സ്ക്രീനുകളിലേക്ക് അങ്ങനെയാണ് ഫ്യൂച്ചറിൽ പറഞ്ഞു വെക്കുന്നത്. അതായത് ഈ ഒരു ടൂൾ യൂസ് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു മീഡിയം പിന്നെ ഗൂഗിളിന്റെ ഈ ഒരു മീഡിയം യൂസ് ചെയ്തിട്ട് അഡ്വർടൈസറിലോട്ടേക്ക് ആസ് എ പബ്ലിഷർ ഭയങ്കരമായിട്ട് റേഞ്ച് ചേഞ്ച് ആവുന്ന ഒരു മാറ്റം തന്നെ ഉറപ്പാണ്. ഒന്നും കാണാതെ അല്ല ഗൂഗിൾ 75,000 crore ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്തത്. അത് തീർച്ചയായിട്ടും സത്യമുള്ള ഒരു കാര്യമാണ്. 75,000 കോടി രൂപ ഇന്ത്യയിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന ഒരു ബ്രാൻഡ് അതിന്റെ മുകളിൽ ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് ഈ രാജ്യത്ത് നിന്നും കാണുന്നുണ്ട്. ഉറപ്പായിട്ടും അതിനുള്ള ഉണ്ടല്ലോ. ഏറ്റവും പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഒരു രാജ്യമാണല്ലോ. ജാംനഗറിലെ കല്യാണത്തിന് ഇവരൊക്കെ വന്നതും തീർച്ചയായിട്ടും ഉണ്ണാനും കല്യാണം അല്ലെങ്കിൽ ആശംസിക്കാൻ അമീർ ഖാനെയും ഷാരൂഖ് ഖാനെയും സൽമാൻ ഖാനെയും കൂടെ ഒരുമിച്ച് ഒരു സിനിമയിൽ ഇതുവരെ അഭിനയിപ്പിക്കാൻ പറ്റിയിട്ടില്ല. നാളുകൾക്ക് ശേഷം ഒരു കല്യാണത്തിന് ഡാൻസ് കളിപ്പിച്ചു. അല്ല, ലോകത്തെ ഏറ്റവും വലിയ കോമ്പറ്റീറ്റേഴ്സ് ആണല്ലോ, ടെക് ജയന്റുകളാണല്ലോ മെറ്റയും ഗൂഗിളും. ഇത് രണ്ടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്ത്യയിലാണ്, ഇന്ത്യൻ കമ്പനിയിലാണ്. ജിയോ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നോക്കുകയാണെങ്കിൽ 33,703 ഒക്കെയാണ് ക്രോസ് ആണ് ഗൂഗിളിന്റെ ഇൻവെസ്റ്റ്മെന്റ്. പിന്നെ ഈ ഒരു കാരണം കൂടെയാണ് നമ്മൾ ഇന്റർനെറ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. ഇപ്പം പുറത്തുള്ള ഇത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ശരിയാണ്. നമ്മൾ ഒരു ബോട്ടിൽ വെള്ളം നമ്മൾ 20 രൂപക്കാണ് വാങ്ങിക്കുന്നത്, അല്ലെങ്കിൽ 15 രൂപക്കാണ് വാങ്ങിക്കുന്നത്. 1 GB ഇന്റർനെറ്റ് അതിനേക്കാൾ കുറച്ച് കിട്ടാനുണ്ട്. അതെ, അത് ശരിയാണ്. നമ്മുടെ നാട്ടിൽ ഇന്റർനെറ്റിന്റെ പ്രൈസ് എന്ന് പറയുന്നത് ഇതിനേക്കാൾ 33 ഇരട്ടി കൊടുക്കേണ്ടിയിരിക്കുന്നു നമുക്ക് USA നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ GCC കൺട്രിയിലൊക്കെ നോക്കുകയാണെങ്കിൽ 3000 രൂപക്കാണ് നമ്മുടെ കയ്യിൽ ഫോൺ അല്ലെങ്കിൽ ഗാഡ്ജറ്റ്സുകൾ സ്മാർട്ട് ഫോൺസുകളൊക്കെ വരുന്നത്. അത് നാൾക്ക് നാളെ അതിന്റെ കോമ്പറ്റീഷൻ കൂടിക്കൊണ്ടിരിക്കുന്നത്. എങ്ങനെ കുറഞ്ഞ പ്രൈസിൽ ഇതിന്റെ കൂടുതൽ സ്പെക്ക് വിൽക്കാം എന്നാണ് നോക്കുന്നത്. എന്തും ഇപ്പൊ ഇന്ത്യയിൽ സെല്ലാവും. ആക്ച്വലി ഡിജിറ്റലിന്റെ ഒരു ചെറിയ ഏടോടെ കയറ്റി കൊടുത്താൽ മാത്രം മതി. ഈ ഒരു ഇന്റർനെറ്റിന്റെ ഇത്രയും പിന്നെ
ആൾക്കാർക്ക് ഇത്രയും പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റുന്ന ഉള്ളതുകൊണ്ട് തന്നെ, ഈസി ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതുള്ളതുകൊണ്ട് തന്നെ പിന്നെ ആൾക്കാരുടെ എണ്ണവും കൂടുതലാണ്. ഇപ്പൊ യൂട്യൂബിന്റെ കണക്കൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ യൂസേഴ്സ് വന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ്. യൂട്യൂബ് ഉപയോഗിക്കുന്ന ആളുകൾ, യൂട്യൂബ് ഉപയോഗിക്കുന്ന ആൾക്കാർ ഏറ്റവും ചാനൽസ് യൂട്യൂബ് ഉപയോഗിക്കുന്നത്. യൂട്യൂബ് സ്വാഭാവികമായിട്ടും നമ്മൾ ഈ ലെങ്തി കോണ്ടന്റുകളാണല്ലോ വലിയ. ഇപ്പൊ ഈ പോഡ്കാസ്റ്റ് തന്നെ മുഴുവൻ സമയം കാണുന്നുണ്ടെങ്കിൽ യൂട്യൂബിലാണ് പറ്റുക. ഇൻസ്റ്റാഗ്രാമിൽ ഇതിന്റെ റീൽസും പൊളിറ്റിക്കൽ ആയിരിക്കാം മിക്കവാറും. കൂടുതൽ ലെങ്തി ആയിട്ടുള്ള വീഡിയോസുകൾ കാണാനും ഇന്ത്യയിൽ ആളുകളുണ്ട്. ശരാശരി എത്ര സമയമായിരിക്കും ഒരു ആവറേജ് ഒരു യൂട്യൂബ് യൂസർ സമയം ഈ യൂട്യൂബിൽ ഒരു ദിവസം സ്പെൻഡ് ചെയ്യുന്നുണ്ട്? ശരാശരി ഇന്ത്യയിൽ പിന്നെ ഡാറ്റ പ്രകാരം 48 മിനിറ്റ് ആണ് യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നത് ഒരു ശരാശരി മനുഷ്യൻ. അതെ, ഇന്ത്യക്കാരൻ. അതെ, ഇന്ത്യൻ ഡാറ്റ പ്രകാരം. ഓക്കെ, 48 മിനിറ്റ് കുറവാണെന്നാണ് എനിക്ക് തോന്നുന്നത്. അതിന്റെ കൂടുതലുണ്ടാവും ആ സമയത്ത് കുറച്ച് കാണുന്ന ആളുകൾ ഉണ്ടാവും എന്നുള്ളതാണ്. അതായത് 3 മുതൽ 6 മണിക്കൂർ വരെ ഒരു കക്ഷി 1.5 GB ഇന്റർനെറ്റ് ഡാറ്റ ഉപയോഗിക്കുന്ന ഒരാൾ ഒരു ദിവസം ഇന്റർനെറ്റിൽ സമയം സ്പെൻഡ് ചെയ്യുന്നുണ്ട്. അതിൽ ഗൂഗിൾ കൊണ്ടുപോയി 48 മിനിറ്റ് എന്നതാണ് അല്ലേ. ഒരു കരിക്കിന്റെ വീഡിയോ ഇറങ്ങിക്കഴിഞ്ഞാൽ ഫുൾ വീഡിയോ കാണാൻ എത്ര സമയം വരും? പൊരുള് കണ്ടില്ലേ? പൊരുള് കണ്ടിട്ടില്ല, സേവ് ലിസ്റ്റിൽ ഇട്ട് വെച്ചിട്ടുണ്ട്. എത്ര കാണണം? എനിക്ക് 2 കാണാണ്ടിരിക്കും. 3 ഇറങ്ങിയ തോന്നുന്നു അല്ലേ. ഫുൾ എപ്പിസോഡിലേക്ക് പോകുകയാണെന്നുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു 2 മണിക്കൂറോളം സമയം ഉണ്ട് വരും ഒരാൾ കാണും. അതിന്റെ ഒക്കെ വ്യൂസ് എന്ന് പറയുന്നത് മില്യൺസ് ആണ്. ആ വീഡിയോയുടെ ഒക്കെ വ്യൂസ് എന്ന് പറയുന്നത്. ഇതിനൊക്കെ നമുക്ക് കണക്കാക്കാൻ പറ്റുക യൂട്യൂബിലെ വീഡിയോ വ്യൂസ് അല്ലെങ്കിൽ വാച്ച് അവേഴ്സ്. ഒരു മനുഷ്യൻ സമയം ഇന്റർനെറ്റിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ സ്പെൻഡ് ചെയ്യുന്നത് കൂടി വരുന്നു എന്നുള്ളതാണ്. അതിനും റെമ്യൂണേഷൻ വേറെയും ഉണ്ട്. അതും മറ്റൊരു ബിസിനസ്സാണ്, ഡിജിറ്റലി ഫുള്ളായിട്ടൊരു ബിസിനസ്സാണ്. അതായത് ഒരു വാഴയുടെ ഒരു ഭാഗവും വെറുതെ പോകുന്നില്ല എന്ന് പറയുന്നതാണ്. എല്ലാം ഡിജിറ്റലിലുള്ള എല്ലാ കാര്യങ്ങളും എവിടെയെങ്കിലുമൊക്കെ അത് ഉപകാരമായിട്ട് തന്നെയാണ് വരുന്നത്. ഇപ്പൊ പത്രം സ്ക്രാപ്പായി പോകുന്നുണ്ടെന്ന് ഉദയ് സാർ പറഞ്ഞു. പക്ഷേ ഡിജിറ്റലിൽ ഒന്നും സ്ക്രാപ്പ് ആവുന്നില്ല. നെറ്റ് പോലും ഇപ്പോൾ വീക്കിലി 5 days യൂസ് ചെയ്ത് കഴിഞ്ഞാൽ സാറ്റർഡേയും സൺഡേയും വീക്കെൻഡ് ഡേറ്റ റോൾ ഓവർ ആണ്. ഇത്രയും ദിവസം നമ്മൾ യൂസ് ചെയ്ത ഡേറ്റ സാറ്റർഡേയും സൺഡേ VI പോലുള്ള സിമ്മുകൾ അത് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. 12 മണിക്ക് ശേഷം ഫ്രീ നെറ്റ്. അങ്ങനെ ഒന്നും വേസ്റ്റ് ആവുന്നില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ നോക്കുമ്പോഴത്തേനും. ഒരു ആഡ് നമ്മൾ പോസ്റ്റ് ചെയ്താൽ പോലും ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടാണെങ്കിലും നമുക്കത് റീപോസ്റ്റ് പിന്നെയും ചെയ്യാം. അത് കളഞ്ഞു പോകുന്നില്ല. പിന്നെ 50 ലക്ഷം കൊടുക്കണ്ട, തുച്ഛമായ പൈസകളെ നമുക്ക് വീണ്ടും ബുക്ക് എടുക്കാൻ പറ്റും. അല്ല, നമ്മൾ ഈ വീഡിയോ കാണുന്ന ആളുകൾ തെറ്റിദ്ധരിക്കേണ്ടതില്ല. നമ്മളൊരു 50 ലക്ഷം രൂപയൊക്കെ സ്പെൻഡ് ചെയ്തിട്ട് ഒരു പത്രപരസ്യം നൽകി കഴിഞ്ഞാൽ ഒരു ബ്രാൻഡിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ അലിമുക്തദർ ജ്വല്ലറി ഒക്കെ ഏറ്റവും കുറഞ്ഞ സമയത്ത് ആളുകളിലേക്ക് ഏറ്റവും വേഗത്തിൽ ചെന്നെത്തിയത് ഈ മാസ് മീഡിയ ഇമ്പാക്ട്സ് തന്നെയാണ്. അത് ശരിയാണ്. എൻ്റെ ഒരു പോയിന്റ്, മാസ് മീഡിയയെ നമുക്ക് അവോയ്ഡ് ചെയ്തുകൊണ്ട് ഡിജിറ്റൽ മാർക്കറ്റിംഗിലെ ക്യാമ്പയിൻസിലൂടെ മാത്രം ഒരു ബ്രാൻഡിന് കുറഞ്ഞ സമയം കൊണ്ട് ഗ്രോ ചെയ്യാൻ പറ്റുമെന്ന്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് ബ്രാൻഡുകൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഒരു പാൻ ഇന്ത്യ ലെവലിൽ പോകേണ്ട ബ്രാൻഡൊക്കെ ആണെന്നുണ്ടെങ്കിൽ മാസ് മീഡിയ എന്തായാലും ഉപയോഗിക്കേണ്ടതുണ്ട്. റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെന്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് എഫക്റ്റീവായിട്ട് ഇതിനെ ഉപയോഗിക്കുന്നിടത്താണ് ഒരു ബിസിനസിന്റെ മാർക്കറ്റിംഗിലെ സക്സസ് എന്ന് പറയുന്നത്. ഞാൻ ഒപ്പോസ് ചെയ്യല്ല, ഞാൻ ഒരു ചെറിയ സംശയം ചോദിക്കുകയാണ്. അതായത് മാസ് മീഡിയ ഉപയോഗിച്ചാലേ ഇതൊരു വലിയ ബിസിനസ് ആവുകയുള്ളൂ എന്നുള്ളൊരു തോട്ട് എന്നൊന്നുമില്ല. നമ്മൾ കണ്ട ഇല്ല നമ്മൾ ഇന്ത്യ കണ്ട ഏറ്റവും വലിയ ഡിജിറ്റൽ ക്യാമ്പയിനിലൂടെ ഗ്രോ ചെയ്ത ബ്രാൻഡായിരുന്നു ID Fresh അല്ലെങ്കിൽ ഫ്രഷ് ടു ഹോം ഒക്കെ. നമ്മൾ ഈ അടുത്ത കാലത്താണ് മാസ് മീഡിയയിൽ ഇതിനെ കൂടുതലായിട്ടും കാണാൻ തുടങ്ങിയത്. വളരെ കുറഞ്ഞ ഷോർട്ട് സ്പാനിൽ ഇന്നോവേറ്റീവ് ആയിട്ടുള്ള ഐഡിയാസുകൾ കൊണ്ട് ഡിജിറ്റലി ഗ്രോ ചെയ്ത ബ്രാൻഡുകൾ നമ്മുടെ മുന്നിൽ ഒരുപാടുണ്ട്. സോ ചില മൊബൈൽ ഫോൺസുകളൊക്കെ ഡിജിറ്റൽ ഓൺലൈനിൽ മാത്രം വിൽക്കുന്ന രീതിയിൽ അതുണ്ട്. ആളുകൾ പ്രീ ബുക്ക് ചെയ്ത് ഓൺലൈനിൽ വാങ്ങിച്ച് അത് പിന്നെ ഓൺലൈനിൽ മാത്രം വിൽക്കുന്ന രീതിയിലൊക്കെ വന്നിട്ടുണ്ട്. സോ മാസ് മീഡിയയെ പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്ത് ഒരു ബിസിനസ് ഗ്രോ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിജിറ്റൽ മീഡിയ പൂർണ്ണമായിട്ടും ഒഴിവാക്കി ഒരു ബിസിനസ് ഗ്രോ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ റിസ്ക് എലമെന്റ് ഉണ്ടെന്ന് ഞാൻ എപ്പോഴും പറയും. അഡ്വർടൈസിംഗിൽ നിങ്ങളുടെ യൂണിഫോം ആയിട്ടുള്ള അല്ലെങ്കിൽ ഒരു സ്ട്രാറ്റജിക് പ്ലാനിങ്ങിൽ ബഡ്ജറ്റ് അലോക്കേഷനിൽ ഈ മാർക്കറ്റിംഗ് മിക്സ് നന്നാവണം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. കാരണം നമ്മളിപ്പം നമ്മളെ പേഴ്സണൽ സ്പേസസിൽ നിന്നാണ് നമ്മൾ ആഡ് കാണുന്നത്. ഇത് കഴിഞ്ഞ് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ ആ ഹോർഡിങ്ങിലെ പരസ്യം കാണുമ്പോൾ നമുക്ക് ആഡ് റീകോൾ ഉണ്ടാവും. യെസ്, ട്രിഗർ ചെയ്യും. നമ്മൾ ഇത് എവിടെ കണ്ടിട്ടുണ്ടല്ലോ, നമ്മൾ ഇതിന് മുന്നേ കണ്ടിട്ടുണ്ട്. അപ്പൊ ഇതെന്താണെന്നുള്ളത് നമുക്കൊരു വളരെ ഗുഡ് പോയിന്റ് ആണ്. അത് മാസ് മീഡിയയിൽ വന്നത് ശരിക്കും ഡിജിറ്റലിൽ വന്നതിനേക്കാൾ ഒരു +10x നമുക്കത് രജിസ്റ്റർ ആവും. ശരിക്കും പെട്ടെന്ന് നമ്മുടെ ഒരു ഫുൾ പേജ് ആഡ് ആണല്ലോ. നമ്മളത് അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ്. ഇപ്പം നമ്മൾ നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ 21ാം വയസ്സിൽ ലൈഫ് സെറ്റ് എന്നുള്ള ലക്ഷ്യയുടെ അത് വളരെ ഇത് ഒരുപാട് പബ്ലിസിറ്റി നേടിയ ഒരു മാസ് മീഡിയയിലൂടെ പോകുന്ന സമയത്ത് തന്നെ ഇതിന്റെ ലീഡ് ജനറേഷൻ ക്യാമ്പയിൻസും ഇതിന്റെ പെർഫോമൻസ് ക്യാമ്പയിൻസും ഒക്കെ ഡിജിറ്റലാണ് പോകുന്നത്. അതെ. അപ്പം മാസ് മീഡിയയുടെ ഇൻവെസ്റ്റ്മെന്റിന്റെ റിട്ടേൺസ് മുഴുവൻ കൊണ്ടുപോകുന്ന രീതിയിൽ ഡിജിറ്റലിനെ ഉപയോഗിക്കാൻ പറ്റുമെങ്കിൽ
മാസ്റ്റർ പീസ് സ്ട്രാറ്റജികളാണ് അതൊക്കെ. അതാണ് അത് മുഴുവൻ ഈ വീഡിയോയിൽ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രാറ്റജികൾ കൊണ്ടുപോകും. ഇന്നത്തെ പോഡ്കാസ്റ്റിൽ നമ്മൾ മുഴുവൻ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്ത്യ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം, 120 കോടിയിലധികം ഇന്റർനെറ്റ് ഉപഭോക്താക്കളുള്ള രാജ്യം, ലോകത്തെ ഏറ്റവും വലിയൊരു തെരഞ്ഞെടുപ്പ്, 96 കോടിയിലധികം വരുന്ന വോട്ടർമാർ. ഈ വലിയൊരു പ്രക്രിയയിൽ 7 ഘട്ടമായി നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ 150 കോടിയും 70 കോടിയും 100 കോടിയും ഒക്കെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിൽ സ്പെൻഡ് ചെയ്ത പൊളിറ്റിക്കൽ പാർട്ടീസിന്റെയും ഡിജിറ്റൽ അഡ്വർടൈസ്മെന്റിനെ കുറിച്ചാണ് നമ്മൾ ഡിസ്കഷൻസ് മുഴുവൻ ഉണ്ടായത്. താങ്ക് യു സോ മച്ച് മേർ സാർ ആൻഡ് അരവിന്ദ്. താങ്ക് യു.